ഹായ് ഫ്രണ്ട്സ്, KFC അസിസ്റ്റൻ്റ് ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് ആദ്യം എടുക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മൊഡ്യൂൾ 1 ആണ്. അതിലെ ആദ്യത്തെ ഭാഗം ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനകത്ത് വരുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡെഫിനിഷൻ, അക്കൗണ്ടിംഗ് സൈക്കിൾ, ഒബ്ജക്റ്റീവ്സ്, ബേസിക് അക്കൗണ്ടിംഗ് ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. The American Institute of Certified Public Accountants defines accounting as an art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതിൽ പറയുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതിലാദ്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നൂറുകണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉള്ളത്, അതായത് ഇൻ ടേംസ് ഓഫ് മണി, ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജേണലിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് നടന്ന ഇതിൽ ഓർഡറിൽ, ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ നൂറുകണക്കിന് റെക്കോർഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെക്കോർഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഡ്ജറിലേക്ക്, അതായത് ഒരു ഹെഡിനെ, ഇപ്പം ക്യാഷ് ആണെങ്കിൽ ആ ക്യാഷിനെ വേറെ മാറ്റി വെക്കുക, പർച്ചേസ് വേറെ തന്നെ മാറ്റി കാണിക്കുക, അങ്ങനെ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യുക. അതിനുശേഷം ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മളത് സമ്മറൈസ് ചെയ്യും. നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട്, നെറ്റ് പ്രോഫിറ്റ് ആണോ, നെറ്റ് ലോസ് ആണോ, നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടുന്ന ഒത്തിരി യൂസേഴ്സ്, ഈ ഇൻഫർമേഷനൊക്കെ നമ്മൾ യൂസേഴ്സിന് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം സമ്മറൈസ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കും, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. അങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണോ, നെറ്റ് ലോസ് ആണോ, നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ്, ഇവയെല്ലാം കണ്ടെത്തി നമ്മൾ ഇതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും? യൂസേഴ്സിന് കൊടുക്കും. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറയുന്നത്. അടുത്തത് പറയുന്നത് അക്കൗണ്ടിങ് സൈക്കിളാണ്. അക്കൗണ്ടിങ് സൈക്കിളിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് വരുത്തുന്നത്, അതായത് മോണിറ്ററി ടേംസിൽ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജേണൽ ചെയ്യും. ജേണൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ നമ്മൾ പറഞ്ഞു ക്ലാസിഫൈ ചെയ്തു, ഓരോ അക്കൗണ്ടിനെയും ഓരോ സെക്ഷനാക്കി മാറ്റി വെക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ലെഡ്ജർ തയ്യാറാക്കി അതിൻ്റെ ബാലൻസ് എടുത്ത് നമ്മൾ ട്രയൽ ബാലൻസിലിടും. അങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കും. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് തയ്യാറാക്കിയതിന് ശേഷം അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് തയ്യാറാക്കും. അതിനുശേഷം ക്ലോസിംഗ് എൻട്രീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾ ദി നോമിനൽ അക്കൗണ്ട്സ്, നമ്മുടെ എല്ലാ നോമിനൽ അക്കൗണ്ട്സും നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ക്ലോസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റും ലയബിലിറ്റീസും ഒക്കെയാണ് വരുന്നത്. നമ്മുടെ നോമിനൽ അക്കൗണ്ട്സിനെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ട് എക്സ്പെൻസും ഇൻകവും എഴുതി അത് ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടെത്തി അത് ക്ലോസ് ചെയ്യും. അതിന് ശേഷം ആ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ എന്താണോ അത് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഈ അക്കൗണ്ടിങ് സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഡേ ടു ഡേ
ഒത്തിരിയേറെ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. അപ്പം എപ്പം നടന്നാലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജേർണൽ എഴുതും, ലെഡ്ജർ എഴുതും, ട്രയൽ ബാലൻസ്, ക്ലോസിംഗ് എൻട്രീസ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കി ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടേയിരിക്കും. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയും. നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്നാണ് നമ്മൾ പറയാറ്. അങ്ങനെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ബിസിനസ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ടെത്തുന്നത് അക്കൗണ്ടിങ് വഴിയാണ്. കാരണം അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാകും. അങ്ങനെ അത് കണ്ടെത്താൻ അക്കൗണ്ടിങ് സഹായിക്കും നമ്മളെ. അടുത്തത് ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അക്കൗണ്ടിങ് നമുക്ക് സാധിക്കും. ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ കണ്ടെത്തുന്നത് ബാലൻസ് ഷീറ്റിലാണ്. നമ്മുടെ അസറ്റ് എത്രയുണ്ട്, ലാബിലിറ്റീസ് എത്രയുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ, അങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അടുത്തത് ടു പ്രൊവൈഡ് എ റെക്കോർഡ് ഫോർ കംപ്ലൈൻറ്റ്സ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലോസ് അപ്ലിക്കബിൾ. ഈ അക്കൗണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്, നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് എന്തെങ്കിലും ഒരു ലോയ്ക്കോ ഇതിനെല്ലാം അപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. അടുത്തത് ടു എനേബിൾ ദ റീഡേഴ്സ് ടു അസസ് പ്രോഗ്രസ് മെയ്ഡ് ബൈ ദ ബിസിനസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഇതിൻ്റെ നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ബിസിനസ് എത്രത്തോളം പ്രോഗ്രസ് ആകുന്നുണ്ട്. ഒരു വർഷം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി, അടുത്ത വർഷം അതേപോലെ ഇത് സംഭവങ്ങളൊക്കെ നടന്ന് അടുത്ത വർഷം നമ്മൾ തയ്യാറാക്കും. അപ്പോൾ നമുക്ക് ഈ 2 വർഷം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ആ പ്രോഗ്രസ് കണ്ടെത്താൻ വേണ്ടി നമ്മളുടെ സഹായിക്കും അക്കൗണ്ടിങ്. അടുത്തത് പറയുന്നത് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ നീഡഡ് ബൈ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അതായത് നമ്മുടെ ഈ അക്കൗണ്ടിങ് വഴി നമ്മൾ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒത്തിരി യൂസേഴ്സിന് അത് ആവശ്യമായിട്ട് ഉണ്ട്. ആ ഇൻഫർമേഷൻ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്, നമ്മുടെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുണ്ടാകും. അന്നേരം ഒരു മെയിൻ ഒബ്ജക്റ്റീവായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് to disclose information needed by different stakeholders. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ്. അതിനകത്ത് ആദ്യം ട്രാൻസാക്ഷൻസ് ഇറ്റ് മീൻസ് an event or business activity which can be measured in terms of money and changes the financial position of a person. It could be a cash or credit transaction. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന എന്ത് ഇവന്റിനെയും നമ്മൾ എന്ത് ഇവന്റ് ഓർ ബിസിനസ് ആക്ടിവിറ്റി അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലേ, അതൊരു മോണിറ്ററി ടേംസിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നത്, അതൊരു മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ പറ്റും. ഇങ്ങനെ അളക്കാൻ പറ്റുന്ന ഇവന്റ് ഓർ ബിസിനസ് ആക്ടിവിറ്റീസിനെ പറയുന്നതാണ് ട്രാൻസാക്ഷൻസ്. അടുത്തതാണ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ഓർ സർവീസസ് ദീസ് ആർ ടാഞ്ചിബിൾ ആർട്ടിക്കിൾ ഓർ കമ്മോഡിറ്റി ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്. ഗുഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബിസിനസ് നമ്മൾ നടത്തുന്ന ബിസിനസ് എന്ത് ബിസിനസ്സാണ് നമ്മളാണ് നടത്തുന്നത് അതാണ് ഗുഡ്സ്. ഇപ്പം നമ്മൾ ഒരു ഫർണിച്ചർ കടയാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ഗുഡ്സ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആയിരിക്കും. അതേപോലെ സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ വിച്ച് ആർ റെൻറ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. സർവീസസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ നേച്ചറാണ്. കാരണം സർവീസിന് നമുക്ക് കാണാനോ തൊടാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല സർവീസസ്. അപ്പോൾ അതൊരു ഇൻടാഞ്ചിബിൾ നേച്ചറാണ്. സെയിം ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ നടത്തുകയാണെങ്കിൽ അവിടെ നടത്തുന്ന ആ സർവീസ്, നടക്കുന്ന സർവീസിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പം ഫർണിച്ചർ കടയിൽ ഫർണിച്ചർ, അവിടെ ആ ഫർണിച്ചറാണ് എന്ത് ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ്. നമ്മുടെ ബിസിനസിന്റെ എക്സ്പെൻസിനെ
എക്സ്പെൻസിനേക്കാൾ അധികം നമുക്ക് ഇൻകം ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. അതേപോലെ ഇൻകത്തേക്കാൾ അധികം എക്സ്പെൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ലോസ് എന്ന് പറയും. അടുത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി ബിസിനസ് ബൈ ദി ഓണർ. ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് ക്യാഷ്, ഗുഡ്സ് ഓർ എനി അതർ അസറ്റ്. ഈ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. അത് ക്യാഷ് തന്നെ ആകണമെന്നില്ല. ക്യാഷ് ആകാം, ഗുഡ്സ് ആകാം, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചറോ എന്തെങ്കിലും അസറ്റ് ആകാം. എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഫർണിച്ചറോ വെഹിക്കിളോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ആ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ ക്യാപിറ്റൽ എന്ന് പറയും. അടുത്തതാണ് ഡ്രോയിങ്സ്. അതേപോലെ ഓണർ ഈ ബിസിനസ്സിൽ നിന്ന് എന്ത് വിഡ്രോ ചെയ്താലും അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി, അത് ക്യാഷ് ആകാം, ഗുഡ്സ് ആകാം, അസറ്റ് ആകാം, എന്തും ആകാം, ഈ ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിന് പറയുന്നതാണ് ഡ്രോയിങ്സ്. അടുത്തതാണ് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിസോഴ്സ് ഓൺഡ് ബൈ ദ ബിസിനസ് വിത്ത് ദ പർപ്പസ് ഓഫ് യൂസിങ് ഇറ്റ് ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നമ്മുടെ ബിസിനസ്സിലെ ഫ്യൂച്ചർ പ്രോഫിറ്റ്, നമ്മൾ പ്രോഫിറ്റ് നേടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന എന്ത് കാര്യങ്ങളും അല്ലേ, എന്ത് കാര്യങ്ങളെയും നമുക്ക് അസറ്റ് എന്ന് പറയാം. അസറ്റ് മെയിനായിട്ട് ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന ഇതിനെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ബുക്സ് എക്സെട്ര. അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊന്നും കഴിയില്ല, കാണാനോ തൊടാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ് എക്സെട്ര. അതേപോലെ നമ്മൾ അസറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കറന്റ് അസറ്റ് ആൻഡ് നോൺ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്താണെന്ന് നോക്കാം. അസറ്റ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഇൻ ക്യാഷ്, സോൾഡ് ഓർ കൺസ്യൂംഡ് വിതിൻ 12 months ഓർ വിതിൻ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് 12 months, അതായത് ഒരു വർഷത്തിനുള്ളിൽ അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഗുഡ്സ് ആണെങ്കിൽ അത് ഗുഡ്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ വിൽക്കാൻ പറ്റും. അല്ലാതെ നമ്മളതൊരു കുറേ വർഷത്തേക്ക് എടുത്ത് വെക്കുന്നതല്ല, അല്ലേ? ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഗുഡ്സ് അപ്പോൾ വിറ്റുപോകും. അങ്ങനെ ആ ഒരു വർഷത്തേക്ക് ഉള്ളിൽ അത് ക്യാഷിലേക്ക് റിയലൈസ് ചെയ്യുന്നതിനെ നമ്മൾ കറന്റ് അസറ്റ് എന്ന് പറയും. ദേ ഹെൽപ്പ് മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ ആൻഡ് ഇൻഡിക്കേറ്റ് ലിക്വിഡിറ്റി പൊസിഷൻ. കാരണം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പൈസ വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗുഡ്സ് വാങ്ങണം, അതേപോലെ എന്തെങ്കിലും ഇപ്പം ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക, അങ്ങനെ നമ്മുടെ എന്ത് നടത്തണമെങ്കിലും നമുക്ക് ക്യാഷ് വേണം. അതേപോലെ ഇത് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് കറണ്ട് അസറ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെന്ററി, പ്രീപെയ്ഡ് എക്സ്പെൻസ് എക്സെട്ര. പിന്നെ പറയുന്നത് നോൺ കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ അത് ക്യാഷ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്നതല്ല. പിന്നെയോ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ആവശ്യത്തിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ലാൻഡ് നമ്മൾ ഒരു വർഷം കൊണ്ട് വിറ്റ് പൈസയാക്കുമോ? ഇല്ല. നമ്മുടെ ബിസിനസ്സിൽ ആ ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കാലാകാലം ഉപയോഗിക്കുന്നതാണ്. അതേപോലെ ഫർണിച്ചറൊക്കെ നമ്മൾ ഒരു വർഷം കൊണ്ട് മാറ്റി അടുത്ത ഫർണിച്ചർ ആക്കുക, അങ്ങനെയൊന്നുമില്ല. ഫർണിച്ചർ നമ്മൾ പറ്റുന്നത്ര കാലം ഉപയോഗിച്ചുകൊണ്ട് പോകും. അത് ലോങ് ടൈം യൂസിലേക്ക് ഉപയോഗിക്കുന്നതാണ് നോൺ കറന്റ് അസറ്റ്. അടുത്ത ലയബിലിറ്റി. It is an obligation of financial nature to be settled at a future date. It represents amount of money that the business owes to the other parties. ലയബിലിറ്റി എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ആണ്, ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ്. അത് ഫ്യൂച്ചർ ഡേറ്റിൽ, അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല, ഇനി അടുത്ത ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്കത് സെറ്റിൽ ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷനാണ് ലയബിലിറ്റി. അതായത് ബിസിനസ് വേറൊരു പാർട്ടിക്ക് എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും ഇതായിട്ട് കൊടുക്കേണ്ടതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതും അസറ്റ് പോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് ലയബിലിറ്റീസും. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ എ ബിസിനസ് മസ്റ്റ് സെറ്റിൽ വിതിൻ 12 months ഓർ വിതിൻ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ വിച്ച് എവർ ഈസ് ലോങ്ങർ.
12 മാസത്തിനുള്ളിൽ അതായത് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ഒബ്ലിഗേഷനെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അക്കൗണ്ട്സ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺസ് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തുടങ്ങിയവയൊക്കെ. അതായത് പെട്ടെന്ന് നമ്മൾ അത് മീറ്റ് ചെയ്തേ പറ്റൂ. ഇനി നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ദാറ്റ് ആർ നോട്ട് ഡ്യൂ വിത്തിൻ 1 ഇയർ ഓർ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് കൊടുത്തു തീർക്കണമെന്നില്ല. അതായത് അതായത് ലോങ് ടൈം ലോൺസ്, നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ, വലിയ ലോൺസ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കില്ലല്ലോ. അതേപോലെ ഡിബഞ്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തേക്ക് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നോൺ കറണ്ട് ലയബിലിറ്റി ആണ്, ഒരു വർഷത്തിന് ഉള്ളിൽ പെടുന്ന കാര്യങ്ങളല്ല. അടുത്ത ഇന്റേണൽ ലയബിലിറ്റി. All those amount which are entitled to the proprietor. എക്സാമ്പിൾ ക്യാപിറ്റൽ റിസർവ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എക്സെട്ര. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസിന്റെ ഓണറും തമ്മിൽ അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് ബിസിനസ് എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ ഈ ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് പോലും ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. അതാണ് ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൊപ്പറേറ്റർ കൊടുക്കേണ്ട അയാളുടെ ക്യാപിറ്റൽ അയാൾക്ക് കൊടുക്കാതെ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഉണ്ടാകില്ലേ, കൊടുക്കാതിരിക്കുന്ന നമ്മൾ റിസർവ് ഒക്കെ ആയി വെച്ചിരിക്കുന്ന പ്രോഫിറ്റ്, അങ്ങനെ ആ ഓണർക്ക് കൊടുക്കാനുള്ള എന്ത് എമൗണ്ട് ആണോ അതെല്ലാം നമ്മൾ ഇന്റേണൽ ലയബിലിറ്റിയാണ്. അടുത്ത കണ്ടിജന്റ് ലയബിലിറ്റി. ഇറ്റ് റെപ്രസെന്റ് എ പൊട്ടൻഷ്യൽ ഒബ്ലിഗേഷൻ ദാറ്റ് കുഡ് ബി created depending on the outcome of an event. It is not recorded in the books of account but disclosed by way of a note to the financial statement. കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ലയബിലിറ്റി ഇല്ല, പക്ഷെ ഭാവിയിൽ വന്നേക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നാളെ ആ കേസ് പരാജയപ്പെട്ട് നമുക്ക് അവർക്കൊരു കുറച്ച് പൈസയോ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നേക്കാം. കണ്ടിജന്റ് ലയബിലിറ്റി ആണ്. അത് ഇപ്പം നടക്കുന്നതല്ല, നാളെ സംഭവിച്ചേക്കാം എന്ന് വരുന്ന രീതിയിലുള്ള ഒരു ലയബിലിറ്റിയാണ്. അത് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യല, പിന്നെയോ ഒരു നോട്ടായിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു നോട്ടായിട്ടാണ് കണ്ടിജന്റ് ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അടുത്ത നെറ്റ്വർത്ത് എന്ന് പറഞ്ഞത് എക്സസ് ഓഫ് ടോട്ടൽ അസറ്റ് ഓവർ ടോട്ടൽ ലയബിലിറ്റീസ്. ബിസിനസിന്റെ ടോട്ടൽ ലയബിലിറ്റീസ് എക്സസ് ഓഫ് ടോട്ടൽ അസറ്റ് ആണ് ഓവർ ടോട്ടൽ ലയബിലിറ്റീസ് ആണ് നെറ്റ്വർത്ത്. അടുത്ത ക്രെഡിറ്റേഴ്സ്. എ ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി ഓർ മണീസ് വർത്ത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്, ഇപ്പം നമ്മളൊരു കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു, അപ്പം നമ്മൾ ഓൾറെഡി ക്യാഷ് കൊടുത്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പം അയാൾ നമ്മുടെ ക്രെഡിറ്ററാണ്, നമ്മൾ ബിസിനസ് അയാൾക്ക് പൈസ കൊടുക്കണം അല്ലേ, അതാണ് ക്രെഡിറ്റർ. അടുത്ത ഡെപ്റ്റർ. Debtors are those persons from whom a business has to recover money on account of goods sold or service rendered on credit. അതായത് നമ്മുടെ ബിസിനസ്, നമ്മൾ അവർക്ക് ഗുഡ്സ് സെയിൽ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സർവീസ് റെൻഡർ ചെയ്തു, എങ്ങനെ ക്യാഷ് ബേസിലല്ല, ക്രെഡിറ്റിൽ. അപ്പം നാളെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കാണ് പൈസ വരേണ്ടത് അല്ലേ. അങ്ങനെ നമുക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഗുഡ് ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ബാഡ് ഡെപ്റ്റ്. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ അവരുടെ കയ്യിൽ നിന്ന് എന്തായാലും പൈസ കിട്ടും. ദ ഡെപ്റ്റ് വിച്ച് ആർ ഷുവർ ടു ബി റിയലൈസ്ഡ്, എന്നാൽ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. ഇനി ഡൗട്ട്ഫുൾ ഡെപ്റ്റോ, ദ ഡെപ്റ്റ് വിച്ച് മേ ഓർ മേ നോട്ട് ബി റിയലൈസ്ഡ്, അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം അല്ലേ. ഇനി അടുത്ത ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും അവരുടെ കയ്യിൽ നമുക്ക് ആ പൈസ കിട്ടുകയില്ല, കാരണം അവർ ചിലപ്പം എന്തെങ്കിലും അവർക്ക് പറ്റിപ്പോയി, അതുകൊണ്ട് ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളതിനെ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കും. അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദിസ് റെപ്രസെന്റ് expenditure incurred for the purposes of acquiring a fixed asset which is intended to be used over long term for earning profit therefrom. Capital expenditure form part of the balance sheet. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിന്, ഫിക്സഡ് അസറ്റ് ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വരുന്ന ചെലവുകൾ. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് ഒക്കെ വാങ്ങുന്നത് എന്തിനാണോ, ലോങ് ടൈമിൽ യൂസ് ചെയ്യാനാണ്. അത് ലോങ് ടൈം യൂസ് ചെയ്ത് നമ്മൾ അവത്തിൽ നിന്ന്
നമ്മൾ അത് ബിസിനസ്സിൽ നമ്മൾ അസറ്റും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ് വാങ്ങുന്ന ആ ഒരു എക്സ്പെൻസിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. അതൊരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരികയില്ല. ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. കാരണം അസറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നത് എവിടെയാ? ബാലൻസ് ഷീറ്റിലാണ്. അടുത്ത revenue expenditure. This represent expenditure incurred to earn revenue of the current period. It form part of the income statement. അതായത് കറണ്ട് പീരീഡിലേക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചിലവുകളില്ല. ഇപ്പം നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക, സാലറി കൊടുത്തു, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ കറണ്ട് പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നോമിനൽ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്ലോസ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അതുകൊണ്ട് അത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് വരിക. അടുത്തത് പറയുന്നത് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റി ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഇറ്റ് ലിസ്റ്റ് ഓൾ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ബിസിനസ് എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. അതായത് ഇന്ന ദിവസം ഈ ബിസിനസ്സിന് എന്തൊക്കെയുണ്ട്, അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, നമ്മുടെ ക്രെഡിറ്റർ അല്ലേ, നമുക്ക് ക്രെഡിറ്റർ ആരൊക്കെയാണ്, ഡെപ്റ്റർ ആരൊക്കെയാണ്, അതായത് നമ്മുടെ ഈ വക കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പ്രത്യേക ഡേറ്റിൽ പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന എന്തൊക്കെയാണ്? ഓൾ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലാണ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുന്നത്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. This account shows the revenue earned by the business and the expense incurred by the business to earn that revenue. This is prepared usually for a particular accounting period. The net result of the profit and loss account will show profit earned or loss suffered by the business entity. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഒരു പ്രത്യേക അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് എന്തൊക്കെ ചിലവുകൾ വന്നു, അതേപോലെ നമുക്ക് എന്തൊക്കെ ഇൻകങ്ങൾ കിട്ടി അല്ലേ? ഇപ്പോൾ കമ്മീഷൻ റിസീവ്ഡ്, ഒരു പ്രത്യേക പീരീഡിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻകങ്ങളല്ലേ? അതേപോലെ നമ്മൾ സെയിൽസ് ഒക്കെ വരുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലേ? അങ്ങനെ നമുക്ക് ഈ വർഷം ഒരു പ്രത്യേക അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് വന്നിരിക്കുന്ന റവന്യൂ, അതേപോലെ ആ റവന്യൂ നേടാൻ നമുക്ക് കുറേ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടാകും ഇല്ലേ? സാലറി പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, അങ്ങനെ ഡിപ്രീസിയേഷൻ, അങ്ങനെ കുറേ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ടാകും. ആ എക്സ്പെൻസിനെയും ഇൻകത്തെയും ഒക്കെ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇതൊരു നമ്മൾ ബാലൻസ് ഷീറ്റ് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഡേറ്റിനെ ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, പർട്ടിക്കുലർ ഡേറ്റിലേക്ക്. പക്ഷെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പർട്ടിക്കുലർ അക്കൗണ്ട് പീരീഡിലേക്കാണ്. അതേപോലെ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? നെറ്റ് റിസൾട്ട്, നമ്മുടെ ബിസിനസ്സിലെ നെറ്റ് റിസൾട്ട് കാണിക്കും. അതായത് ബിസിനസ്സിൽ ഈ വർഷം ഈ അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ ബിസിനസ്സിന് വന്നിട്ടുള്ളതെന്ന് കാണിക്കും. അതിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു മെയിൻ കാര്യമാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട്. It is the discount usually allowed by the wholesaler to the retailer computed on the list price or invoice price. Trade discount is not recorded in the books of account. The transactions are recorded at net values only. ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു റീറ്റെയിലർ ഹോൾസെയിലറിൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങുമ്പോൾ അവരവിടുന്ന് ഒരു ഡിസ്കൗണ്ട് തരികയല്ലേ, ആ ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് ബുക്സിലൊന്നും റെക്കോർഡ് ചെയ്യുകയില്ല. ആ ഒരു ജസ്റ്റ് ഒരു നമുക്കൊരു ഡിസ്കൗണ്ട് തരുന്നതിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്താ? ദിസ് ഈസ് അലൗഡ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെന്റ് ബൈ ദി ഡെപ്റ്റർ. ദിസ് has to be recorded in the books of accounts. This is calculated after deducting the trade discount. ഈ ക്യാഷ് ഡിസ്കൗണ്ട് എപ്പോഴാണ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഡെപ്റ്റർ ഉണ്ട്. അപ്പം ആ ഡെപ്റ്ററോട് നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്രയും ഒരു 10% നമ്മൾ ഡിസ്കൗണ്ട് തരാം. അങ്ങനെയാണെങ്കിൽ അപ്പം ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ഓർത്ത് തന്നെ അയാൾ പെട്ടെന്ന് തന്നെ ആ പേയ്മെന്റ് തിരിച്ചു തരും. ആ പേയ്മെന്റ് നടത്തും അയാൾ. അതാണ് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെന്റ്. പെട്ടെന്ന് ആ പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്
നമ്മൾ കുറച്ച് ഡിസ്കൗണ്ടുകളൊക്കെ കൊടുക്കും. ഈ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എവിടെ ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ഇത് ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ബേസിക് ടേംസ് ഇതിൽ പറയുന്നത്, ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ട്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യാം. താങ്ക് യു.